നമസ്കാരം. ഐ എം രജിത ഫ്രം കടീശയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ പോണത് ദേവിയുടെ അമ്പലത്തിലാണ്. ഇവിടെ തൊട്ടടുത്ത് ഈ ഗ്രാമത്തിലെ തന്നെ ഒരു അമ്പലമാണ്. അപ്പോൾ അവിടെ കല്യാണങ്ങളൊക്കെ നടത്താറുണ്ട്, കല്യാണ നിശ്ചയങ്ങളൊക്കെ നടത്താറുണ്ട്, പിന്നെ കുട്ടികളുടെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ നടത്താറുണ്ട്. അപ്പോൾ ആ അമ്പലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആ അമ്പലത്തിനടുത്തുള്ള വയലിൽ കൃഷിയൊക്കെ ഉണ്ട്. അത് സമയം കിട്ടിയാൽ നമുക്ക് കാണിച്ചു തരാം. പിന്നെ അവിടെ അമ്പലത്തിൽ എല്ലാ വർഷവും ഉത്സവം നടത്താറുണ്ട്. അതോടൊപ്പം തന്നെ പടക്കം പൊട്ടിക്കൽ അവിടുത്തെ ഭയങ്കര ഒരു സംഭവമാണ്. അതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് കാണിക്കുന്നതായിരിക്കും. പിന്നെ പെൺകുട്ടികളുടെ മാത്രമായിട്ടൊരു ഫെസ്റ്റിവൽ അവിടെ നടത്താറുണ്ട് എല്ലാ വർഷവും. അതും ഞാൻ കാണിക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് അമ്പലത്തിലേക്ക് പോവാം. അവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയാം. ഓക്കെ, ഹലോ. അപ്പം ഞങ്ങളിതാ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതവിടെ നല്ല അടിപൊളി കാഴ്ചയാണ് കേട്ടോ. ഇവിടെ ഒരു മിററൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു മിററൊക്കെ ഉണ്ട്. ഈ മിറർ എന്തിനാ അറിയാമോ? ചന്ദനം തൊടാനാണ്. ഇതാ ഞാൻ ചന്ദനം തൊടുകയാണ്.
ചന്ദനം തൊടാനുള്ള മിററാണ്. ഇത് ഞാൻ ഇങ്ങോട്ടൊക്കെ കാണിച്ചു തരാം. ഇതിവിടെ കുറേ മണികളൊക്കെ ഉണ്ട്. ഇതിവിടെ വലിയൊരു മണിയുണ്ട്, ഞാൻ വെച്ച് കാണിച്ചു തരാം. വലിയ മണിയാണ്. ഇതവിടെ ഞങ്ങൾ ദേവിയെ കാണിച്ചു തരാം. അത് ദേവി ഇതിൻ്റെ ഉള്ളിലാണ്. ഇതാണ് നമ്മുടെ ഗ്രാമത്തിലെ ദേവി. ഏടത്തിയ അനിയത്തിയാണ്. ഇത് വ്യക്തമായിട്ട് കാണുന്നില്ല. ഇതാണ് സാരിയൊക്കെ കൊടുത്ത് മാലയൊക്കെ ഇട്ട് ഞങ്ങളുടെ ദേവി ഇരിക്കുന്ന കണ്ടോ. 2 ഏടത്തിയ അനിയത്തിയാണ്. ഇതിവിടെ രാവിലത്തെ പൂജ കഴിഞ്ഞ് പൂജാരിയൊക്കെ പോയി. ഇനി വൈകുന്നേരമാണ് പൂജ. നമ്മൾ ആളില്ലാത്ത സമയം നോക്കി വന്നതാണ്. ഇവിടെ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ വന്നതാണ്. ഒരു വലിയ ഭണ്ഡാരപ്പെട്ടിയുണ്ട്, അവിടെ പൈസ ഇട്ടിരിക്കുകയാണ്. ഈ ദേവിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാത്രി കാലം കുതിരയുണ്ട് അവിടെ മുന്നിൽ കണ്ടില്ല, ഫ്രണ്ടിൽ. ആ കുതിരപ്പുറത്ത് കയറി ഈ ദേവിമാർ സഞ്ചരിക്കാറുണ്ട്. നമ്മൾ ദേവിയെ കുളിപ്പിക്കാമെന്ന് നേർന്നു കഴിഞ്ഞാൽ നമ്മൾ ആ പുതിയ 2 സാരി വാങ്ങിക്കൊണ്ടുവന്ന് കർപ്പൂരം, ചന്ദനത്തിരി, പിന്നെ വിളക്ക് കത്തിക്കാനുള്ള എണ്ണയും തിരിയും, പിന്നെ ആ പൂജിക്കാനുള്ള പൂവ്, പിന്നെ അങ്ങനെയൊക്കെ കുറച്ചൊരു കിറ്റുണ്ട്. അത് അവർ പറയും ദേവിനെ കുളിപ്പിക്കാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കിറ്റ് വാങ്ങത്തെ. ഇവിടുത്തെ ഭക്ഷണം ഉണ്ടാക്കുന്ന റൂമാണ് കേട്ടോ. ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് പൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഞങ്ങൾ ആളില്ലാത്ത സമയം നോക്കി വന്നതാണ് കേട്ടോ. ഇതാണ് ആ പോകുന്നതാണ് നമ്മൾ റോഡ്. ഇവിടെ കാണുന്ന ഈ സ്റ്റെപ്പ്, കാണുന്ന സ്റ്റെപ്പ് ഇതിലെ കാൽനടക്കാർ ഇറങ്ങി വരാനും, ഇപ്പുറത്ത് കാണുന്നത് പിന്നെ വണ്ടിയൊക്കെ വരാനുള്ളതാണ്. ഇതവിടെ ഒരു ബോർബിലുണ്ട്. ഇതാ വലിയ മരം. ഇതിവിടെ ഒരു മൂർത്തിയുണ്ട്. ഇത് കാളിയാണ് കേട്ടോ. ഇതിവിടെ ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. ഇതവിടെ കാണുന്നില്ലേ, അത് ഫ്രിഡ്ജും. നല്ല അടിപൊളി സംഭവമാണ്. ഇതവിടെ സന്ധ്യക്കൊക്കെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ പോകാനേ തോന്നില്ല. നല്ല കാറ്റാണ്, നല്ല തണുപ്പ്. മാനുണ്ടായിരുന്നു. ഞാൻ ആദ്യം പണ്ട് വരുന്ന സമയത്ത് ഇവിടെ ഒരു മാനുണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അതെന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. മൃഗശാലയിലേക്ക് അങ്ങനെ കൊണ്ടുപോയി അങ്ങനെ മാനൊന്നും വെക്കരുതല്ലോ, അതാ തോന്നുന്നു. പുഴ എവിടെ കാണുന്നത്, ഇതെവിടെ മരം. അത് ഞങ്ങൾക്ക് അങ്ങോട്ടൊന്ന് പോകണം പുറത്തേക്കൊക്കെ. ഒരിക്കൽ കൂടി ഞാൻ ദേവീനെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ പേര്. ഇവിടെ ദേവിമാർക്ക് പറയുന്ന പേര് ഠാക്കുറാണി എന്നാണ്. അപ്പോൾ ഈ ദേവിയുടെ പേര് ഒടയിങ്ങ ഠാക്കുറാണി എന്നാണ്. ഒടയിങ്ങ എന്ന് പറഞ്ഞാൽ ഒറിയൽ എന്താണെന്ന് എനിക്കറിയില്ല, ഒരു പേരാണ് മാത്രമേ അറിയുള്ളൂ. ദേവിയാണ്, ഒരു ഏടത്തി അനിയത്തിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് അറിയാം. അവിടെയൊക്കെ കണ്ടില്ലേ, കുതിര കണ്ടോ, 2 സൈഡും കുതിര. ഈ കുതിരയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാത്രി കാലങ്ങളിൽ ഈ കുതിരപ്പുറത്ത് കയറിയിട്ടാണ് ദേവി ഇങ്ങനെ ഇവിടെയുള്ള ഗ്രാമം ഫുള്ള് യാത്ര ചെയ്യും അത്രേ. അങ്ങനെ പണ്ടുള്ള ഈ മുത്തശ്ശിമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഭാഗം വെള്ളം അടിക്കും വയലിലൊക്കെ, അതിന് വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് അങ്ങോട്ട് പോവാം. ഒഡീഷയിൽ കൃഷി ഭയങ്കര ഒരു പ്രധാനമാണ്. പലതരത്തിലുള്ള കൃഷികളാണ്. ഇവിടെ കണ്ടില്ലേ, ഇത് മത്തനാണ്. മത്തൻ പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് ഫുള്ള് മത്തനാണ്. ഇപ്പുറത്ത് കാണുന്ന തക്കാളി, ഇപ്പുറത്ത് കാണുന്നത് ചില്ലി, മുളകാണ്. ഇത് ഫുള്ള് അങ്ങ് വരെയുണ്ട്. അങ്ങൊക്കെ കാണുന്ന അതൊക്കെ മുളകാണ്. മുളകാണ് കേട്ടോ. മുളക് പൂവിട്ടിട്ടേ ഉള്ളൂ. ഇവിടെ പുഴയുള്ളതുകൊണ്ട് വെള്ളത്തിനൊക്കെ. ഒനിയൻ കൃഷിയാണ് കണ്ടോ. അവിടെ കുറച്ച് കയ്പയുണ്ട്. ഇതാണ് ക്യാബേജ്. ക്യാബേജിന്റെ ടൈം കഴിഞ്ഞു കേട്ടോ. അതാണ് ഇതിങ്ങനെയാണ് ക്യാബേജ്. ഇതാണ് കണ്ടോ. എന്ത് നല്ല അടിപൊളിയാണ്. എൻ്റെ അപ്പോൾ ഞാനിതൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്.
ക്യാബേജിൻ്റെ സീസൺ കഴിയാറായി. തണുപ്പ് കാലത്താണ് ക്യാബേജ് ഇടാറ്. കഴിഞ്ഞു എന്നാണ് പറയുന്നത് അവർ. ചൂട് തുടങ്ങിയാൽ ഇവിടെയൊക്കെ ക്യാബേജ് എടുത്ത സ്ഥലമാണ്. ഇതൊക്കെ പറിച്ച് കൊണ്ടുപോയി വിറ്റ് ഇവിടെയൊക്കെ ഇതാ വളം. കക്കുടി. ഇത് വെള്ളരിക്കാണ് കേട്ടോ. വെള്ളരിക്ക. ഇവിടെ എന്തൊക്കെ കാണുന്ന കൃഷികൾ, പല തരത്തിലുള്ള കൃഷികളുണ്ട്. ഇത് വെള്ളരി, ഇത് കയ്പ. അങ്ങ് കാണുന്നത് ആ കാണുന്നത് മത്തൻ. ഇതാ ഇത് വെള്ളരിയൊക്കെ പറിച്ച് അതിൻ്റെ ടൈം കഴിഞ്ഞു പോയി. അതൊന്നും കാണാത്തത്. ഇങ്ങനെയാണ് കേട്ടോ. 3 മാസത്തെ കൃഷിയാണ് ഇതൊക്കെ. ഇതാ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ പാകമായി ഇപ്പോൾ എടുക്കാനായ ടൈമാണ്. ഇതാ ഞാൻ എടുത്തതാണ്. ഇതാണ് മുതിര. ഇത് തോല് കളഞ്ഞിട്ടാണ് ഒറിജിനൽ നമുക്ക് കടയിലൊക്കെ കിട്ടുന്നത്. ഈ സൈസല്ല, ഈ തോല്, ഈ കറുത്ത കളറുള്ള തോല് കളയും. ഇതാണ് ഫുള്ള് കാണുന്ന മുതിര. ഇവിടെ മൊത്തം കാണിച്ചു തരാം. ഇതാ കണ്ടോ, അടിപൊളി മത്തനാണ് മക്കളെ. ഇതാ കുറേ ഉണ്ട് കേട്ടോ. ഇതാ കണ്ടോ മത്തൻ. ഇതവിടെ വലിയൊരു മത്തൻ. ഇതവിടെ ഉണ്ട്, അതവിടെ ഉണ്ട്. ഇതവിടെ ഒരു മത്തൻ കണ്ടോ. ഇതവിടെ മത്തൻ കുറേ ഉണ്ട്. ഇതവിടെ കാണുന്ന മത്തൻ, അത് അതിൻ്റെ ഉള്ളിലൊന്നുണ്ട്. ഇതവിടെ ഉണ്ട്. ഇതൊക്കെ മത്തനാണ്. ഇതാണ് മുതിര. ഇത് മുതിര 3 മാസത്തെ കൃഷിയാണ്. നെല്ല് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരിങ്ങനെ ഈ പല കൃഷികളാണ് ഇവിടെ നടത്താറുള്ളത്. ഇതൊക്കെ 3 മാസത്തെ കൃഷിയാണ്. ഇതെന്താ കൃഷി എന്ന് പറഞ്ഞാൽ ഇത് എള്ളാണിത്. ഇത് എള്ള്, ഇത് മത്തൻ. അപ്പുറത്ത് കാണുന്ന മുതിര, ഇപ്പുറത്തും കാണുന്ന മത്തൻ. അത് അങ്ങ് കാണുന്നത് വഴുതിനിങ്ങ, ബ്രിഞ്ചൽ. ഇത് എള്ളാണ് കേട്ടോ. ഇതാ എള്ളിൻ്റെ കൃഷിയൊക്കെ കണ്ടിട്ടുണ്ടോ? ഇതെങ്ങനെയാണ് ഒക്കെ വിരിച്ച് ഇതായിട്ടില്ല തോന്നുന്നു. ഇത് ഒനിയൻ, ഉള്ളി. ഇത് ഗാർലിക്കാണ് കേട്ടോ. അതാ ഗാർലിക് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അതാ ചെറുതാണ്. ഒനിയൻ വലുതും ഇത് തീരെ ചെറുതുമാണ്. ഇതൊന്ന് പറിച്ചാൽ അവർ ചീത്ത അറിയായിരിക്കും, പേടിയാണ്. ഇതൊന്നും ആയിട്ടില്ല തോന്നുന്നു. അതവിടെ കാണുന്നുണ്ട്. ഇതായിട്ടില്ല കേട്ടോ, കുറച്ചും കൂടി ഉണ്ട്. ഇതൊക്കെ 3 മാസത്തെ കൃഷിയാണ്. ഒനിയൻ. ഇത് ഉരുളക്കിഴങ്ങ്. ഇത് ഫുള്ള് ഉരുളക്കിഴങ്ങാണ്. അതിൻ്റെ ഉള്ളിലൊക്കെ കൃഷിയാണ്. പയറായി വരുന്നേ ഉള്ളൂ. ഒക്കെ അങ്ങ് വള്ളി വിട്ടിരിക്കുകയാണ്. തക്കാളിയൊക്കെ ആയി. അതിൻ്റെ ഉള്ളിലൊക്കെ കൃഷിയാണ് കേട്ടോ. ഞങ്ങൾ പോവുകയാണ്. വയലിൽ നിന്നൊക്കെ കയറി ഞങ്ങൾ അമ്പലത്തിൻ്റെ ഭാഗത്തേക്ക് എത്തി. അപ്പോൾ ഞങ്ങൾ പോവുകയാണ്. ഒരു തോണി വന്നിട്ടുണ്ട് കേട്ടോ. അതാ പോവുകയാണ്. മീൻ പിടിക്കുന്നതാണ് കേട്ടോ. എനിക്ക് വ്യക്തമായിട്ട് കാണുന്നില്ല. അങ്ങോട്ടേക്ക് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ താഴേക്ക് പോവുകയാണ്.
ഒരാളവിടെ കുളിക്കുന്നുണ്ട്. ഇതാ തോണി കണ്ടോ, വാ നല്ല അടിപൊളി സംഭവമാണ്. ഇതാ ഇവിടെ മീൻ പിടിക്കുക തോന്നുന്നു. ആ മീൻ പിടിക്കുക. ഇതാ വലയിടുന്ന കണ്ടോ, വാ ഇതാ വലയിട്ട്. അമ്പലത്തിൻ്റെ അടുത്തുള്ള പുഴയാണ്. ഇതാ അവിടെ ഒരു തോണി അതാ അങ്ങ് പോകുന്നു. ഇത് ബ്രിഡ്ജിൻ്റെ അടുത്ത് ഞാൻ എത്തിയിരിക്കുകയാണ്. ഇതിവിടെ വലയിട്ട് കണ്ടോ, ഇതാ മീനൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. മീനിനെ കണ്ടോ, ഇതാ ഇടയ്ക്കുന്ന മീൻ. ഇതാ ഇപ്പോൾ പിടിച്ചതാണ് കേട്ടോ. ഇതാ അവിടെ വലയിടുന്ന ഞാൻ കാണിച്ചു തരാം. ഇതാ ഇപ്പോൾ ഇടും, നോക്കിക്കോ. അപ്പോൾ എന്ത് ഭംഗിയാണ് ഇവിടെയൊക്കെ കാണാനെന്നറിയോ. ഇതാ വെള്ളം, ഇത് പാലം, അതിൽ വണ്ടികളൊക്കെ ഉണ്ട്. ഇതാ അവർ അങ്ങോട്ട് പോവുകയാണ്, അവിടെ വലയിടാൻ പോവുകയാണ്. അതാ വലയിട്ടു കണ്ടോ. ഇവിടെ മീൻ പിടിച്ച് കൊണ്ടുവരുന്നുണ്ട്. ഞങ്ങൾ തിരിച്ചെത്തി, വീട്ടിലെത്തി, നടന്നാണ് വന്നത്. ഇവിടെ തൊട്ടടുത്തായിരുന്നു അമ്പലം. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. ഓൾ എന്ന ഓപ്ഷനിൽ പോയാൽ ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. സപ്പോർട്ടും പ്രാർത്ഥനയും കൂടി ഉണ്ടാവണം. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.